ടു ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സ്. PC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന സൗരയൂഥത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? സൗരയൂഥത്തിലെ ആദ്യത്തെ 4 ഗ്രഹങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാം, അല്ലെ? അതായത് ജോവിയൻ ഗ്രഹങ്ങളെ കുറിച്ച് നമുക്കിനി പഠിക്കാം. അപ്പൊ നമുക്ക് വ്യാഴം പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്ന് ശ്രദ്ധിക്കണം. ദ്രവ്യഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ഏത്? വ്യാഴം. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ഇരട്ടപ്പേരുകൾ കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, അപരനാമങ്ങൾ കൂടി പഠിച്ചു വെക്കണം. നമ്മൾ ജലഗ്രഹം പഠിച്ചു, അല്ലെങ്കിൽ നീലഗ്രഹം പഠിച്ചു. ഏതായിരുന്നു? ഭൂമിയാണ്, അല്ലെ? അതുപോലെ ഓരോ ഗ്രഹങ്ങളും നമ്മൾ ഓരോ പേരിൽ പഠിച്ചു, അല്ലെ? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ പഠിച്ചു. അപ്പൊ അതുപോലെ ഓർത്ത് വെക്കേണ്ടതാണ് ദ്രവ്യഗ്രഹം. ഓക്കെ, ദ്രവ്യഗ്രഹം എന്നറിയപ്പെടുന്ന വ്യാഴമാണ്. ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്നത് ആരാണ്? വ്യാഴമാണ്. ഓക്കെ, ബൃഹസ്പതി എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? വ്യാഴം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും കണ്ടു, ഏറ്റവും ചെറിയ ഗ്രഹവും പഠിച്ചു. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, എന്താണേലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? വ്യാഴമാണ്. ബൃഹസ്പതി എന്ന ഭാരതീയ സങ്കല്പങ്ങളിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വ്യാഴത്തിനെയാണ്. ദ്രവ്യഗ്രഹം എന്നറിയപ്പെടുന്നതും വ്യാഴം. അടുത്ത ഫാക്ട് എന്താ പഠിക്കാനുള്ളത്? വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നു. ഓക്കെ, വസ്തുക്കൾക്ക് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്? വ്യാഴത്തിലാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു കാര്യവും കൂടി പഠിച്ചു വെച്ചേക്കണം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്യണേ. ഗുരുത്വാകർഷണം ഞാൻ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ഏത്? വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതും വ്യാഴത്തിലാണ്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം. ഭ്രമണ വേഗത നമുക്കറിയാം, റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ കൂടിയ ഗ്രഹം എന്ന് പറയുന്ന വ്യാഴമാണ്. അതായത് വ്യാഴത്തിന് ഒരു റൊട്ടേഷൻ, അതായത് സ്വന്തം അച്ചുതണ്ടി കറങ്ങുന്നതാണല്ലോ, ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറിൽ താഴെയാണ്. 9 മണിക്കൂർ 50 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വ്യാഴം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യവും കൂടി അവിടെ മനസ്സിലാക്കാൻ പറ്റും. ദിനരാത്ര ദൈർഘ്യം കുറഞ്ഞ ഗ്രഹവും ഏതാണ്? വ്യാഴമാണ്. കാരണം 5 മണിക്കൂർ പകലും 5 മണിക്കൂർ രാത്രിയും എന്നാണ് പറയുന്നത്. ആക്ച്വലി 10 മണിക്കൂറിൽ താഴെയാണ് എന്ത് ചെയ്യുന്നത്? വ്യാഴം ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ദിനരാത്ര ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏതാണ്? വ്യാഴമാണെന്ന് പഠിച്ചെടുക്കാം. നെക്സ്റ്റ്, റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹവും ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ ഉള്ള ഗ്രഹം. ഓക്കെ, ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹവും വ്യാഴമാണ്. ദെൻ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴമാണ്. 59.5 km/s ആണ് വ്യാഴത്തിന്റെ പലായന പ്രവേഗം. വ്യാഴത്തിന്റെ മാത്രം പഠിച്ചു വെക്കുക, വേറൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതലായതുകൊണ്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. സൂര്യനെ വലം വയ്ക്കാൻ ഏകദേശം 12 വർഷം. ഏകദേശ കണക്കാണ്. 11.86 വർഷം എന്നാണ് നമ്മൾ കൂടുതൽ പുസ്തകങ്ങളിൽ കാണുന്നത്. എനിവേ, ഏകദേശം 12 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലം വയ്ക്കാൻ സമയമെടുക്കുന്നത്. പരിക്രമണത്തിന് എടുക്കുന്നത് ഏകദേശം 12 വർഷമാണ്. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താ? ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് എന്താണ്? വ്യാഴം സൂര്യനെ ചുറ്റുന്ന അല്ലെങ്കിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇവിടെ എന്താ പറഞ്ഞത്? സൂര്യനെ വലം വയ്ക്കാൻ ഏകദേശം 12 വർഷമാണ് ആരെടുക്കുന്നത്? വ്യാഴം എടുക്കുന്നത്. അതാണ് നമ്മൾ വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വലിയ ചുവന്ന പൊട്ട്, അല്ലെ? ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴത്തിലാണെന്ന് കാണാൻ സാധിക്കുന്ന ഒരു വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വ്യാഴത്തിന്റെ പ്രധാന ഉപഗ്രഹങ്ങൾ. വ്യാഴത്തിന്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ഗാനിമീഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ. ഓക്കെ, ഗാനിമീഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ, ഇത് 4 വ്യാഴത്തിന്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ. ഈ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചത് ഗലീലിയോ ആയതുകൊണ്ട് ഈ ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ ഗലീലിയൻ ഉപഗ്രഹങ്ങളിൽ പെടുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം. വ്യാഴത്തിന്റെ പ്രധാനപ്പെട്ട ഈ 4 ഉപഗ്രഹങ്ങളാണ് എന്താ? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാ? ഗാനിമീഡ്, അയോ, കാലിസ്റ്റോ, അതുപോലെ തന്നെ യൂറോപ്പ. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു കാര്യം കൂടി പഠിക്കാം. ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഏത്? ഗാനിമീഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നേ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാന്നുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്?
വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡാണ്. അപ്പൊ വേണേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വ്യാഴത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ചോദിച്ചാലും ഏതാണ്? ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ചോദിച്ചാലും ഏതാണ്? ഗാനിമീഡാണ്. അപ്പൊ ഇത്രയും എങ്കിലും ഒക്കെ നമ്മൾ വ്യാഴത്തെ കുറിച്ച് പഠിച്ചു വെക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയുകയാണ്, നോട്ട് ചെയ്തോളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഓക്കെ, ദെൻ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് എവിടെ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ഗാനിമീഡ. പിന്നെ ഒരു കാര്യവും കൂടി അറിഞ്ഞു വെക്കണം, വ്യാഴവും വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് മിനി സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ചെറു സൗരയൂഥം എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴം പ്ലസ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്നതാണ് മിനി സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ചെറു സൗരയൂഥം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ഇതിൽ കൂടുതൽ ഒരുപക്ഷെ കാണുമായിരിക്കാം, നമുക്കിനി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കണം. നെക്സ്റ്റ്, ശനി അല്ലെങ്കിൽ സാറ്റേൺ. വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ശനിയാണ്. ഓക്കെ, ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. ദെൻ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ശനിയാണ്. വലിപ്പത്തിൽ 1ാം സ്ഥാനം വ്യാഴത്തിനാണ്, 2ാം സ്ഥാനം ശനിക്കാണ്. ഇത് പഠിച്ചു വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാവേ. ദെൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം എന്നറിയപ്പെടുന്നതും ശനിയാണ്. അതുപോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന, മനുഷ്യർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അകലെയുള്ള ഗ്രഹം കൂടിയാണ് എന്ന് പറയുന്ന ശനി. ഗോൾഡൻ ജയന്റ് എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. സൂപ്പർ വിൻഡ്, ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട്, ഡ്രാഗൺ സ്റ്റോം എന്നിവയൊക്കെ എവിടെയാണ്? ശനിയിലാണ് ഉള്ളത്. ഓക്കെ, ദെൻ ശനിയുടെ ഉപഗ്രഹങ്ങളാണ് ടൈറ്റൻ, പ്രോമെത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, റിയ, തെത്തീസ് എന്നിവ ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ആരെയാണ്? ടൈറ്റൻ ആണ്. കാരണം ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ടൈറ്റൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ അപരൻ. ഓക്കെ, ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ഏത്? ടൈറ്റൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യുറാനസ് ആണ്. യുറാനസ് അറിയപ്പെടുന്നത് തന്നെ പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ വിശേഷണമുള്ള ഗ്രഹമാണ് എന്ന് പറയുന്ന യുറാനസ്. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ് ആർക്കുള്ളത്? യുറാനസിനുള്ളത്. അപ്പൊ 1ാം സ്ഥാനം വ്യാഴമായിരുന്നു, 2 ശനി, 3 യുറാനസ്. ഓക്കെ, അപ്പൊ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസിൽ ധാരാളം കാണപ്പെടുന്ന വിഷവാതകമാണ് എന്ന് പറയുന്ന മീഥെയിൻ. ഈ മീഥെയിന്റെ സാന്നിധ്യമാണ് യുറാനസിനെ പച്ച നിറത്തിൽ കാണാനായിട്ട് കാരണമാകുന്നത്. സോ അപ്പൊ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഓക്കെ, യുറാനസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ സ്കൈയുടെ ദേവന്റെ പേരിൽ നിന്നുമാണ് യുറാനസ് എന്നതിന് പേര് ലഭിക്കുന്നത്. ഓക്കെ, ഗ്രീക്ക് ഗോഡ് ഓഫ് സ്കൈ, അതിൽ നിന്നുമാണ് എന്ത് വരുന്നത്? യുറാനസ് എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ദെൻ അരുണൻ എന്നറിയപ്പെടുന്നു. മലയാളത്തിലെ യുറാനസിനെ നമ്മൾ അരുണൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളോട് എക്സാമിന് അരുണൻ എന്ന് ചോദിക്കത്തില്ല, യുറാനസ് എന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ധ്രുവപ്രദേശം സൂര്യന് അഭിമുഖമായിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. വില്യം ഹെർഷൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് യുറാനസിനെ എന്ത് ചെയ്യുന്നത്? ടെലസ്കോപ്പിലൂടെ കണ്ടെത്തുന്നത്. നെക്സ്റ്റ്, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ഇതിനു മുൻപ് മറ്റേതോ ഒരു ഗ്രഹം പഠിച്ചിട്ടുണ്ട്, ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. ഓക്കെ, ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നു യുറാനസിലാണ്. യുറാനസിന്റെ ഉപഗ്രഹങ്ങളാണ് കാലിബൻ, മിറാൻഡ, ഏരിയൽ, പ്രോസ്പെറസ്, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ. ഇതൊക്കെ എന്താണ്? യുറാനസിന്റെ ഉപഗ്രഹങ്ങളാണ്. ഇപ്പൊ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, കാലിബൻ, മിറാൻഡ, ഏരിയൽ, പ്രോസ്പെറോ എന്നൊക്കെ പറയുന്ന ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ ജൂലിയറ്റ്, ഡെസ്റ്റിമോണ ഇതെല്ലാം എന്താണ്? ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ടുള്ളത് യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്കാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചഗ്രഹം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്, ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം ചോദിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം യുറാനസ് പഠിക്കുക. നെക്സ്റ്റ് നെപ്റ്റ്യൂൺ ആണ്. വരുണൻ എന്നറിയപ്പെടുന്നു. പക്ഷെ എക്സാമിനേഷൻ നമ്മളോട് നെപ്റ്റ്യൂൺ തന്നെ ചോദിക്കുകയുള്ളൂ. വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു അല്ലെ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ചായിരുന്നു, ഏതൊക്കെ എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? മെർക്കുറി അല്ലെങ്കിൽ ബുധനാണ്. പരിക്രമണ കാലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം
165 വർഷമാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ പറയുന്ന വർഷമില്ലേ, ഇപ്പൊ 165 വർഷമാണ് എന്തെന്ന് പറയുന്നത് നെപ്റ്റ്യൂണിന്റെ പരിക്രമണ കാലം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം. യുറാനസിലെ വലയങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് ഏത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹവും ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വരുണൻ എന്നറിയപ്പെടുന്നു. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. പിന്നെ ഞാൻ പറഞ്ഞു പരിക്രമണ കാലം ഏറ്റവും കൂടുതലാണ്. അതായത് സൂര്യൻ ചുറ്റുന്നാണല്ലോ പരിക്രമണകാലം 165 വർഷമാണ്. ദെൻ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ റിങ്സ് അല്ലെങ്കിൽ വലയങ്ങൾ കാണപ്പെടുന്ന നെപ്റ്റ്യൂണിലാണ്. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹവും നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന നെപ്റ്റ്യൂണിലാണ്. ഇതിന് മുൻപ് 2 സ്പോട്ടുകൾ പഠിച്ചു. ഈ 2 സ്പോട്ടുകളും എവിടെയാണെന്നും കൂടി പറഞ്ഞ് എന്താ പറയുന്നത് മനസ്സിലാക്കി വെക്കണം. കാരണം അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ സ്പോട്ടുകൾ. അപ്പം ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന എവിടാണ്? നെപ്റ്റ്യൂണിലാണ്. ഓക്കെ, ഇനി ഇതൊന്ന് അറിഞ്ഞു വെക്കണം. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ എങ്ങനെ പഠിക്കുന്നുള്ളത്. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഭൂമിക്ക് വലിപ്പത്തിൽ മറ്റ് ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്, അല്ലെങ്കിൽ ചോദിക്കാം ബുധന് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് എന്നൊക്കെ ചോദിക്കാം. സോ അതുകൊണ്ട് നമുക്കിത് നോക്കാം. ആദ്യത്തെ 4 പഠിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം നമ്മളിങ്ങനെ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് പഠിച്ചായിരുന്നു അല്ലേ? സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതാ? ആദ്യം ബുധൻ വരും, പിന്നെ ആര് വരും? ശുക്രൻ വരും, ദെൻ ഭൂമി, ചൊവ്വ, ഈ ഓർഡർ പഠിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? ഇവിടെ ജോവിയൻ പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് മാരക ഭീമന്മാരായിട്ടുള്ള 4 പ്ലാനറ്റ്സ്, 4 ഉപഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഓർഡർ എന്തായിരുന്നു? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നുള്ള പേരിൽ ഓർഡറിലാണ് അത് കിടന്നത് അല്ലേ? അപ്പം ആ സെയിം ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1ാം സ്ഥാനം വ്യാഴം, 2 ശനി, 3 യുറാനസ്, 4 നെപ്റ്റ്യൂൺ. ഓക്കെ, ആദ്യത്തെ ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാകും ജോവിയൻ പ്ലാനറ്റ്സ് സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ കിടക്കുന്നത് അത് ഇവിടെ ആര് വരും? വ്യാഴം വരും, പിന്നെ ശനി വരും, അത് കഴിഞ്ഞ് യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള അകലം. അപ്പം ആ ഒരു അകലം എടുത്തു വെച്ച് കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. വ്യാഴം വലിപ്പത്തിൽ 1ാം സ്ഥാനം, ശനി വലിപ്പത്തിൽ 2ാം സ്ഥാനം, യുറാനസ് വലിപ്പത്തിൽ 3ാം സ്ഥാനം, നെപ്റ്റ്യൂൺ വലിപ്പത്തിൽ 4ാം സ്ഥാനം. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഓർഡർ എന്തായിരുന്നു? ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ബുധൻ ആദ്യം വരും, അത് കഴിഞ്ഞ് ആരുണ്ട്? ശുക്രൻ കിടപ്പുണ്ട്, പിന്നെ ഭൂമി കിടക്കുന്നു, ചൊവ്വ കിടക്കുന്നു. ഇതായിരുന്നു സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ചുള്ള അന്തർഗ്രഹങ്ങളുടെ ഓർഡർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പക്ഷേ 5ാം സ്ഥാനം ആർക്കാ ഉള്ളേ? 5ാം സ്ഥാനം ഭൂമിക്കാണ്. 5ാം സ്ഥാനം. 6ാം സ്ഥാനം വരുന്നത് ശുക്രനാണ്. ഓക്കെ, 6ാം സ്ഥാനം ശുക്രനും, 7 ചൊവ്വയും വരുന്നു. 8ാം സ്ഥാനമാണ് ആർക്കാ? ബുധന്. കാരണം ഈ ആദ്യത്തേതും അവസാനത്തേതും നമുക്കറിയാം. ഏറ്റവും വലിയ ഗ്രഹം ആരാന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധനാണെന്നറിയാം. അപ്പൊ 8 ഗ്രഹങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ചെറുത് 8ാമത്തത് ഏതാണ്? അത് ബുധനാണ്. ഭൂമി 5ാം സ്ഥാനമാണെന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഭൂമി 5ാം സ്ഥാനം. ഭൂമിയുടെ ലെഫ്റ്റിൽ കിടക്കുന്ന ശുക്രൻ എത്രയാണ്? 6ാം സ്ഥാനവും. ഭൂമിയുടെ റൈറ്റിൽ കിടക്കുന്ന ചൊവ്വ 7ാം സ്ഥാനവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വലിപ്പത്തിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊരു കോഡ് വേണമെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ഗ്രഹങ്ങൾ തീർത്തു. സോളാർ സിസ്റ്റത്തിൽ സാധാരണ PSC എക്സാമിനേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത് ഗ്രഹങ്ങളിൽ നിന്നും സൂര്യനെ ബേസ് ചെയ്തുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപൂർവമായിട്ടേ നമ്മളോട് ഉൽക്കകളെ പറ്റിയോ അങ്ങനെ അല്ലെങ്കിൽ ധൂളീപടലങ്ങളെ പറ്റിയോ ഒക്കെ അപൂർവമായിട്ടേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. സാധാരണ LDC എക്സാമിനേഷൻ എടുത്താലും അതുപോലെയുള്ള ഏത് എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും LGS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളത് ഈ ഗ്രഹങ്ങളെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മിക്കവാറും കേസിലെ അപരനാമങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അല്ലേ ചോദിക്കുന്ന ഏറ്റവും തിളക്കമുള്ളത് ചോദിക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപഗ്രഹം എടുത്തിട്ട് ചോദിക്കാറുണ്ട്. ടൈറ്റൻ ആരുടെ ഉപഗ്രഹമാണ്, അല്ലെങ്കിൽ ഫോബോസ് ആരുടെ ഉപഗ്രഹമാണ്, ഇതുപോലെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് സൗരയൂഥത്തിൽ ഗ്രഹങ്ങളെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ ഈ ക്ലാസ്, അതായത് സൗരയൂഥം എന്നുള്ള ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്, അങ്ങേയറ്റം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സൗരയൂഥത്തോടു കൂടി നമ്മുടെ ഈ ക്ലാസ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഫിസിക്സിനകത്ത് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് 2 ടോപ്പിക്സ് ആണെന്ന് തോന്നുന്നത് ഇനി ഫിസിക്സിൽ കിടക്കുന്നത്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫിസിക്സിനെ നമുക്ക് പൂർത്തീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. സമയം വളരെ കുറവാണ് കേട്ടല്ലോ. ഒരു മാസം ഉണ്ട് അല്ലെങ്കിൽ ഒരു മാസവും 10 ദിവസവും ഉണ്ട് എന്നൊന്നും ആലോചിച്ചിരിക്കേണ്ട. സമയം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. പക്ഷെ അങ്ങനെ ടെൻഷൻ ആവണ്ട. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പഠിച്ചതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ വരും. ബ്ലാങ്ക് ആയി പോകുന്നവരുണ്ട്. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അതിന് എക്സാം ഉണ്ട്, ഓക്കെ, ഞാനിവിടെ പഠിക്കുന്നു, ആ ഒരു രീതിയിൽ പോവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നും വലിയ കാര്യമൊന്നും അല്ലെന്നേ, ആ ഒരു സെൻസിൽ അങ്ങ് പഠിച്ചു പോയേച്ചാൽ മതി. പക്ഷെ പഠിക്കണം, വലിയ കാര്യമല്ലെങ്കിലും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ചാനലിലെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്